വെൽക്കം ടു തിങ് സ്റ്റുഡിയോ. ഐ എം ജാസ് അഹമ്മദ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്കൊന്നൊരു കമൻറ്റിന് റിപ്ലൈ നൽകുന്നതാണ്. സാർ, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ജോബ്സ്, പൊസിഷൻസ്, റെസ്പോൺസിബിലിറ്റീസ്, ക്വാളിഫിക്കേഷൻ, സാലറി ഒരു വീഡിയോ ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമെന്നാണ് കരുതുന്നത്. ഒരു ഓഫ്ഷോർ റിഗിനെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്. ഒന്ന് ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ മറ്റൊന്ന് മെയിൻ്റനൻസ്, മറ്റൊന്ന് ഡെക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഡ്രില്ലിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഡെക്ക് എന്ന് പറയുമ്പോൾ അത് ഓഫ് ലോഡ്, ബാക്ക് ലോഡ്, ക്രെയിൻ ഓപ്പറേഷൻസ് ഒക്കെ അതിൽ വരും. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ ഈ പറയുന്ന മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എന്നിവ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ജോബ് പൊസിഷൻസ് എന്താണെന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ജോബ് പൊസിഷൻസ് ഇത് ഞാൻ പറയുന്നത് ഓഫ്ഷോർ റിഗിനെ സംബന്ധിച്ചിടത്തോളമാണ്. ബേസിക്കായിട്ട് വരുന്നത് ഓയിലർ എന്ന് പറയുന്ന പൊസിഷനാണ്. പിന്നെ അതിന് തൊട്ട് മുമ്പിൽ വരുന്നത് മോട്ടർമാനാണ്. അത് കഴിഞ്ഞിട്ട് മെക്കാനിക്ക്, അത് കഴിഞ്ഞിട്ട് ചീഫ് മെക്കാനിക്ക്. മോർണിംഗ് ടൈമിൽ ഒരു ചീഫ് മെക്കാനിക്ക് ഡ്യൂട്ടിയിലുണ്ടാകും. മോർണിംഗ് എന്ന് പറയുമ്പോൾ 6 to 6 ആണ് ഡ്യൂട്ടി ടൈം വരുന്നത്. ഒരു ചീഫ് മെക്കാനിക്ക്, അതുപോലെ തന്നെ ഒരു മെക്കാനിക്ക്, അതുപോലെ ഒരു ഓയിലർ. വൈകുന്നേരം നൈറ്റിൽ വരുമ്പോൾ ഒരു മെക്കാനിക്കോ അല്ലെങ്കിൽ ഒരു മോട്ടർമാൻ ആയിരിക്കും ഡ്യൂട്ടിയിലുണ്ടായിരിക്കുക. ഇത് നമ്മുടെ റിഗിലെ എല്ലാവിധ മെക്കാനിക്കൽ സംവിധാനങ്ങളും ഡ്രില്ലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ മെക്കാനിക്കൽ സിസ്റ്റംസിൻ്റെയും മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് വരുന്നത്. ഓയിലറുടെ ജോലി റെഗുലറായിട്ട് അവർക്ക് അതിൻ്റെ ഓയിലിങ്ങും അതുപോലെ തന്നെ മെക്കാനിക്കൽ സംവിധാനം റെഗുലറായിട്ടുള്ള അവരുടെ ജോബ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നാൽ ടീമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മുമ്പ് അങ്ങനെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും വന്നിട്ട് മെക്കാനിക്കൽ ഡിപ്ലോമ അല്ലെങ്കിൽ എൻജിനീയറിങ് ആണ് നോക്കുന്നത്. ഇപ്പം ഞങ്ങളെ റിഗിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ഓയിലറായിട്ട് ഒരാൾക്ക് കയറാൻ കഴിയില്ല. അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ റസ്റ്റ് ബോട്ടായിട്ടാണ് ആദ്യം ജോലിക്ക് വരുന്നത്. ഇപ്പോൾ അടുത്ത റീസെൻ്റ്ലി ബോംബെയിലുള്ള ഒരു പോളിടെക്നിക്കിൽ ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് കുട്ടികളൊക്കെ അവിടെ വന്നിരുന്നു. അതിൽ നിന്നും ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരെ ഇപ്പോൾ ഒരു ഓയിലറിൻ്റെ വേക്കൻസി വന്നപ്പോൾ അതിലോട്ടുമാണ് എടുക്കുകയാണ് ചെയ്തത്. അതായത് റസ്റ്റ് ബോട്ടായിട്ട് ജോലിക്ക് കയറിയ ശേഷമാണ് ഇദ്ദേഹം ഇത് ഓയിലറായിട്ട് വന്നത്. ഇനി മറ്റ് പ്രൊമോഷൻസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത മോട്ടർമാൻ ആവുന്നു, പിന്നെ മെക്കാനിക് ആവുന്നു, അതുപോലെ തന്നെ പിന്നെ ചീഫ് മെക്കാനിക് ആവുന്നു. നമുക്ക് ഒരു മെക്കാനിക്ക് ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയപ്പോൾ നമ്മുടെ മോട്ടർമാൻ മെക്കാനിക്കായിട്ട് പ്രൊമോഷൻ കിട്ടി. അപ്പോഴാണ് അതുപോലെ ഓയിലർ മോട്ടർമാനായി. അപ്പോഴാണ് ഈ ഒരു ഓയിലറിൻ്റെ വേക്കൻസി വന്നത്. അതിനാണ് ഈ റസ്റ്റ് ബോട്ട് മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള റസ്റ്റ് ബോട്ടിനെ ഓയിലറായിട്ട് എടുത്തത്. ചില കമ്പനികൾ ചിലപ്പോൾ ഓയിലറായിട്ട് എടുക്കുന്ന സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള സാഹചര്യം അനുസരിച്ചാണ് ഇക്കാര്യം പറഞ്ഞത്. പിന്നെ ശമ്പളം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മണി നോക്കുമ്പോൾ ഒരു ഓയിലറിന് ഒരു 60-70,000 ഒക്കെ ആയിരിക്കും. മോട്ടർമാന് അതിനൊരു 25,000 30,000 കൂടുതലായിരിക്കും. മെക്കാനിക്കിനെ സംബന്ധിച്ചിടത്തോളം 2 ലക്ഷത്തോളം ആയിരിക്കും മാസ ശമ്പളം വരുന്നത്. ചീഫ് മെക്കാനിക്കിനെ സംബന്ധിച്ചിടത്തോളം 7 ലക്ഷം 8 ലക്ഷം രൂപയൊക്കെയാണ് മാസ ശമ്പളം വരുന്നത്. ഇതാണ് ഇത് സംബന്ധിച്ച് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക. അപ്പോൾ അതിനുള്ള മറുപടി അങ്ങനെ നൽകാൻ ശ്രമിക്കാം. പിന്നെ ഞങ്ങൾ റിക്രൂട്ട്മെൻറ്റ് പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇത് ജോലിയെ സംബന്ധിച്ചുള്ള അവയർനെസ് തരികയാണ്. ഇത്തരം ജോലികളിലോട്ട് പ്രവേശിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പല കോഴ്സുകളുണ്ട്. ആ കോഴ്സുകൾ എടുക്കാൻ പല സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചെയ്യുമ്പോൾ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളിത് മേക്ക് ഷുവർ ആക്കണം നിങ്ങൾക്ക് അവരൊരു പോസ്റ്റിംഗ് എവിടെയെങ്കിലും ട്രെയിനി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും പോസ്റ്റിംഗ് കിട്ടുമെന്ന്. ഇന്ത്യയിലൊക്കെ ഒരു വർഷമൊക്കെ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പോസ്റ്റിങ്ങുകൾ നിങ്ങളവിടെ വർക്ക് ചെയ്താൽ പിന്നെ നമുക്ക് വിദേശങ്ങളിലൊക്കെ ജോലി കിട്ടും. കാര്യം എന്ന് പറയുന്നത് ഒരു ഫ്രഷേഴ്സിനെയൊന്നും വിദേശ രാജ്യങ്ങളിൽ അധികമായിട്ട് എടുക്കാറില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ, ഈ ഫീൽഡുമായിട്ട് അവയർനെസ് ഉണ്ടെങ്കിൽ അത്തരം ആൾക്കാരെയൊക്കെയാണ് കൂടുതലായിട്ടും കമ്പനികൾ നോക്കുന്നത്. കാര്യം ഹെവി എക്യുപ്മെൻറ്റ്സാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട, സേഫ്റ്റി എത്രത്തോളം വേണ്ടുന്ന ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട്
ഫ്രഷേഴ്സിനേക്കാളും അല്പം എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് കമ്പനികൾ നോക്കുന്നത്. എന്നാൽ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു റിഫൈനറിയോ അല്ലെങ്കിൽ ഓയിൽ റിഗോ, ഓൺഷോർ ഓയിൽ റിഗോ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഒരു വർഷമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ജോലികളിലോട്ട് പോകാം. ഇൻഡീഡ് അടക്കമുള്ള പല വെബ്സൈറ്റുകളിലും ജോബ് ഓഫറുകളുണ്ട്. ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങളുടെ ഈ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും വേക്കൻസീസ് ഉണ്ടാകും. എന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയും ഈ ജോലിയിൽ പ്രവേശിക്കാൻ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.